നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ഡിസംബർ 22, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര ആരോഗ്യ മന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ. അതായത് ബ്രിട്ടനിൽ കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്കും തിരിച്ചുമുള്ള വിമാന സർവീസൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ സർക്കാർ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായ ഇന്ത്യക്കാരിയാരാണ്? സൗമ്യ സ്വാമിനാഥനാണ്. അതായത് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായ സൗമ്യ സ്വാമിനാഥൻ ഇപ്പോഴുള്ള വാക്സിൻ പുതിയ വകഭേദത്തിനെതിരെയും ഫലപ്രദമാകുമെന്ന് പറയുകയുണ്ടായി. അതായത് കോവിഡിൻ്റെ കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന വാക്സിനുകൾ പുതിയ ഈ പറയുന്ന വകഭേദത്തിനെതിരെയും ഫലപ്രദമാകുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായ സൗമ്യ സ്വാമിനാഥൻ പറയുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത് നോക്കാം. എയിംസിൻ്റെ ഡയറക്ടർ ആരാണ്? രൺദീപ് ഗുലേറിയ ആണ്. എയിംസിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? രൺദീപ് ഗുലേറിയ ആണ്. അതായത് ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം പൂർണ്ണമായും സർക്കാർ ചെലവിലായിരിക്കുമെന്നും ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞതായും എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണത്. എയിംസ് ഡയറക്ടർ ആരാണ്? രൺദീപ് ഗുലേറിയ ആണ്. അടുത്തത്, ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത കോൺഗ്രസ് നേതാവ് ആരാണ്? മോത്തിലാൽ വോറയാണ്. ആരാണ്? മോത്തിലാൽ വോറ. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെ മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. അതുപോലെ 18 വർഷം കോൺഗ്രസിൻ്റെ ട്രഷററായിരുന്നു. 1985-88 കാലഘട്ടത്തിലും 89-ലും അദ്ദേഹം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി, നരസിംഹറാവു മന്ത്രിസഭകളിലെ ആരോഗ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഒരു തവണ ലോക്സഭാ അംഗം, 4 തവണ രാജ്യസഭാ അംഗമായ വ്യക്തിയാണ്. ഓർത്തു വയ്ക്കുക, മോത്തിലാൽ വോറ ഈ അടുത്ത് അന്തരിച്ച പ്രശസ്തനായ കോൺഗ്രസ് നേതാവായിരുന്നു. അടുത്ത് നോക്കാം. രാജ്യത്തെ തീരമേഖലകളെ ബന്ധിപ്പിച്ചിട്ടുള്ള കപ്പൽ സർവീസുകൾക്കായി എത്ര കേന്ദ്രങ്ങളെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം തിരഞ്ഞെടുത്തിരിക്കുന്നത്? 13 കേന്ദ്രങ്ങളെയാണ്. രാജ്യത്തെ തീരമേഖലയെ ബന്ധിപ്പിച്ചിട്ടുള്ള കപ്പൽ സർവീസുകൾക്കായിട്ട് കൊച്ചി അടക്കം 13 കേന്ദ്രങ്ങളെയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ 9 എണ്ണം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ്. അടുത്തത്, MK സാനു രചിച്ച എ ബാലകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ്. അതായത് MK സാനു രചിച്ച കേസരി എ ബാലകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രമാണ് കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ്. ഇത് പ്രകാശനം ചെയ്തത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ MK സാനുവിൻ്റെ ജീവചരിത്ര രചനാ പരമ്പരയിൽ 15ാമത്തെയാണിത്. അദ്ദേഹം എഴുതുന്ന 15ാമത്തെ ജീവചരിത്ര രചനയാണ് ഈ കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത് നോക്കാം. കേരള ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജെബിൻ പി ഔസേബ്, സജിത് പുതുക്കലവട്ടം, TR ഉദയകുമാർ, S വിൻസെൻ്റ്, G ഉണ്ണികൃഷ്ണൻ. ഇത്രയും ആൾക്കാർക്കാണ് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത്. ജെബിൻ പി ഔസേബ്, സജിത് പുതുക്കലവട്ടം, TR ഉദയകുമാർ, S വിൻസെൻ്റ്, G ഉണ്ണികൃഷ്ണൻ. അടുത്ത് നോക്കാം. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്കാണ്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്കാണ്. അതായത് ഒളിമ്പിക്സ് നമുക്കറിയാം 2021 ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെക്കുകയുണ്ടായി. ഇനിയും ഒളിമ്പിക്സിനെ മാറ്റിവെക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിർമ്മാണം പൂർത്തിയായ സ്റ്റേഡിയങ്ങളുടെ സംരക്ഷണ ചെലവ് ഈ ഒളിമ്പിക് കമ്മിറ്റിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? തോമസ് ബാക്കാണ്. ഷഹീൻ 11 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ഷഹീൻ 11. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള നാവിക അഭ്യാസം ഏതാണ്? ഷഹീൻ 11 ആണെന്ന് ഓർത്തു വയ്ക്കാം.
ക്വാറികളുടെ ദൂരപരിധി എത്ര മീറ്റർ ആക്കിക്കൊണ്ടുള്ള ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിയാണ് ഹൈക്കോർട്ട് റദ്ദാക്കിയതെന്ന് ചോദിച്ചാൽ 200 മീറ്ററാണ്. അതായത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ക്വാറികളുടെ ദൂരപരിധി 200 മീറ്റർ ആക്കിയുള്ള ഹരിത ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി റദ്ദാക്കുകയുണ്ടായി. ഇപ്പോൾ മിനിമം ഡിസ്റ്റൻസ് പറയുന്നത് 50 മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കാം. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. അടുത്ത് നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. അതിനു മുമ്പ് അൺഅക്കാഡമിയുടെ കുറച്ച് ഇവൻറ്റ്സ് പരിചയപ്പെടാം. അതായത് നമുക്ക് റെഫറൽ കോഡ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിഖില 10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. നമുക്ക് 40 hours ഓഫ് ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണ് ഡെയിലി ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3500-ൽ അധികം കോഴ്സുകളുണ്ട്. 30ഓളം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഡെയിലി ടെസ്റ്റ് സീരീസ് വിത്ത് ലൈവ് സ്കോർസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ റെഫറൽ കോഡ് യൂസ് ചെയ്ത് അൺഅക്കാഡമി എൻറ്റർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടുവെച്ചോളൂ. സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സസ് ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഡിസ്കഷൻ ഉണ്ട്. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസുകളുണ്ട്. പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. അൺലിമിറ്റഡ് അക്സസ് ടു ഓൾ കേരള PSC കണ്ടൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പ്ലസ് സെലക്ട് ചെയ്യുക. അൺഅക്കാഡമി പ്ലസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. നിഖില 10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. അതിനുശേഷം പ്ലാൻ ചൂസ് ചെയ്യാം. 3 പ്ലാനുകളുണ്ട്. 6 മാസം, 12 മാസം, 24 മാസം പ്ലാനുകളുണ്ട്. അതിന് EMI ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീസ് EMI ആയിട്ട് പേ ചെയ്യാം. ഇനി ഇപ്പോഴാരംഭിച്ചിരിക്കുന്ന ഒരു പുതിയ ബാച്ച് കോഴ്സാണ് വിജയം. അതായത് 45 ഡേ ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ് ആണ്. 21 ഡിസംബറിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആവശ്യമുള്ളവരൊക്കെ മാക്സിമം അതിൽ എൻറ്റർ ചെയ്യാൻ നോക്കുക. സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അപ്പം നിഖില 10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. 2019-ലെയും 20-ലെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 ഫെബ്രുവരിയിലെ പ്രിലിംസിന് മുമ്പ് എല്ലാം ഒന്ന് ഓടിച്ചു വിടുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഫയൽ ഷെയറിങ്ങിനായി ഗൂഗിൾ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? നിയർ ബൈ ഷെയർ ആണ്. ഫയൽ ഷെയറിംഗ് ആയിട്ട് ഗൂഗിൾ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് നിയർ ബൈ ഷെയർ. ICCയുടെ ഇൻ്റർനാഷണൽ പാനൽ ഓഫ് അമ്പയേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? KN അനന്തപത്മനാഭനാണ്. ICCയുടെ ഇൻ്റർനാഷണൽ പാനൽ ഓഫ് അമ്പയേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് KN അനന്തപത്മനാഭൻ. ബെലാറസിൻ്റെ പ്രസിഡൻ്റായിട്ട് വീണ്ടും നിയമിതനായത് അലക്സാണ്ടർ ലുകാഷെങ്കോ ആണ്. അലക്സാണ്ടർ ലുകാഷെങ്കോയാണ് ബെലാറസിൻ്റെ പ്രസിഡൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി ട്രാഫിക് സിഗ്നൽസിലും സൈൻ ബോർഡുകളിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ച നഗരം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാഫിക് സിഗ്നൽസിലും സൈൻ ബോർഡുകളിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ച നഗരം മുംബൈ ആണ്. കൊറോണ കവിതകൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. കൊറോണ കവിതകൾ എന്ന കവിതാ സമാഹാരം രചിച്ചതാരാണ്? അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 2020 ഓഗസ്റ്റിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? ആ ഒരു അഗ്നിപർവ്വതം പഠിച്ചു വയ്ക്കുക. അഗ്നിപർവ്വതത്തിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് രാജ്യത്തിലാണെന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2020 ഓഗസ്റ്റിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? പെറുവിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെറുവിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 2020 ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? 2020 ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? അതുപോലെ തന്നെ ഏകദേശം ആ ഒരു ദിവസം തന്നെ 2020 ഓഗസ്റ്റിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? 2020 ഓഗസ്റ്റിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഏതെങ്കിലും ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ കണ്ടുപോകുക. ഡെയിലി അപ്ഡേറ്റ് ആയി പോവുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.